ഹാപ്പി ലാൻഡിന്റെ ഓണാഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണക്കളികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത് കലമടി മത്സരമാണ്. ഇതാ കണ്ടില്ലേ, ഒരു ചേച്ചി റെഡിയായി നിൽപ്പുണ്ട്, കയ്യിലൊരു വടിയും കൊടുത്ത് വിട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ അങ്ങ് നടത്തിക്കും. നേരെ ഒരു കലം വെച്ചിട്ടുണ്ട്, ആ കലം ചെന്ന് ഉടയ്ക്കണം. വടിയെടുത്ത് എന്നെ അടിക്കരുത്, കലമാണെന്ന്. അപ്പൊ നമുക്ക് കണ്ടാലോ? വാശിയേറിയ കലമടി മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. കലമടി മത്സരത്തിൽ കറക്റ്റ് ആദ്യം പോയ ചേച്ചിയാണിത്. ചേച്ചി പേരെന്തായിരുന്നു? ശൈലജ ചേച്ചിയാണ് ആദ്യം കറക്കി വിട്ടത്. ആദ്യത്തെ പോക്കിൽ തന്നെ നേരെ പേര് ഒറ്റ അടി ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുത്തു. പിന്നെ സെക്കൻഡ് പ്രൈസ് സുനിത ചേച്ചിയാണ്, അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് അടിച്ചു നിർത്തി. തേർഡ് പ്രൈസ് രഞ്ജുനാണ് തേർഡ്. കുറച്ച് മാറിയിട്ടാണ് രഞ്ജു അടിച്ചത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും കാണായിരുന്നോ? ഇല്ല, കണ്ണ് പേപ്പറൊക്കെ വെച്ച് അടച്ച് ഇറുക്കി കെട്ടിയിട്ടാണ് ഇവരെ വിട്ടത്. അടിപൊളിയായിട്ട് ചിലരെയൊക്കെ തലയ്ക്ക് അടി കൊള്ളാറായിട്ട് പോയി. ഞാനടക്കം ഓടി മാറിപ്പോയി. അടിപൊളിയായിരുന്നു. അപ്പൊ ഇനിയും കുറെ നമുക്കില്ലേ ബാക്കി പരിപാടികൾ. ഇനി അടുത്ത എന്താ? വടംവലിയുണ്ട്. പിന്നെ ബോള് ഗ്ലാസ്സിൽ ഫില്ല് ചെയ്യുന്നവരുടെ അങ്ങനെ കുറെ പരിപാടികൾ ബാക്കിയുണ്ട്. വാട്ടർ ബോൾ വിത്ത് കപ്പ് മത്സരം തീർന്നിരിക്കുകയാണ്. ഒരു മിനിറ്റ് പോലും എടുത്തില്ല. അത്ര ഇതാണ് സെക്കൻഡിനുള്ളിൽ ഒറ്റയടിക്കനെ ഊതി എത്തിച്ചത് ഈ ചേച്ചിയാണ്. ഫസ്റ്റ് പ്രൈസ് ഷീബ എന്നല്ലേ ചേച്ചിയുടെ പേര്. അത് പ്രാക്ടീസ് ചെയ്തിട്ടാണോ വന്നത്? അല്ല, അടിപൊളിയായിട്ട് ഫസ്റ്റ് തന്നെ ഊതി എത്തിച്ചു. സെക്കൻഡ് വന്നത് ചേച്ചിയല്ലേ, ഷാലു ചേച്ചിയാണ് സെക്കൻഡ്. തേർഡ് ആതിരയാണ് തേർഡ്. അപ്പൊ നല്ല രസമുള്ള ഒരു കളിയായിരുന്നു. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കളിയിലേക്ക് പോയാലോ? ഇവര് നിൽക്കുന്നത് ഓരോ നിരയിലും 4 സ്ത്രീകളുണ്ട്. ഈ കളി എന്താന്ന് വെച്ചാൽ മൂവിങ് വിത്ത് ബലൂൺ ആണ് ഈ കളിയുടെ പേര്. അതായത് ഇവരുടെ ഓരോരുത്തരുടെയും ഇടയിൽ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. മൊത്തം 3 ബലൂൺ, 4 പെണ്ണുങ്ങൾ നിൽപ്പുണ്ട്. അപ്പൊ ഇവരുടെ ലക്ഷ്യം, ഇവര് നടന്നോ ഓടിയോ എങ്ങനെ വേണമെങ്കിലും ഇവർക്ക് പോകാം, ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. പക്ഷെ ഒരു കണ്ടീഷൻ, ഈ ബോള് താഴെ വീഴാനോ പൊട്ടാനോ ഒന്നും പാടില്ല. ഇവർ ഇതുപോലെ തന്നെ തുടങ്ങി ഇതുപോലെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. അപ്പൊ ഈ 4 ടീമില് ആരാണ് ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്നത് നമുക്ക് നോക്കണ്ടേ? മൂവിംഗ് വിത്ത് ബലൂൺ മത്സരം തീർന്നു. തള്ളി നല്ല ശീലം ഉണ്ടല്ലേ? എന്തൊരു തള്ളലായിരുന്നു അവിടെ ഇരുന്നിട്ട്. പക്ഷെ നല്ല അടിപൊളി ടീം സ്പിരിറ്റ് ആണ്. പ്രീജയും സംഘവും തന്നെയാണ് വീണ്ടും. ഇതിപ്പോ എത്രാമത്തെയാണ് ജയിച്ച് അടിച്ചോണ്ട് പോകുന്നത്? 3ാമത്തെ മത്സരമാണ് ഈ ടീം അടിച്ചോണ്ട് പോകുന്നത്. ഇത് നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പേര് ധന്യ, പ്രീജ, ഷൈന, മൃദുല. അപ്പൊ അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങോട്ട് തൊടാൻ പാടില്ല, തൊടാതെ പിടിക്കാതെ തള്ളി അങ്ങ് എത്തിച്ചു. ഇവര് ഫിനിഷിംഗ് പോയിന്റും കഴിഞ്ഞ് നിർത്തുന്നില്ല, അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. ഗുഡ്. ഹാപ്പി ലാൻഡിന്റെ ഓണ പരിപാടികളുടെ കലാശത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കലാശ കൊട്ട് തന്നെയാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. ഓണത്തിന് വടംവലി ഇല്ലാത്ത എന്ത് ഓണം അല്ലേ? 2 ടീമായിട്ട് ഹാപ്പി ലാൻഡിന്റെ ജീവനക്കാരുടെ ആരോഗ്യവും കരുത്തും ശരിക്കുള്ള സ്ട്രെങ്ത് നമ്മളിപ്പോൾ കാണാൻ പോവാണ് അല്ലേ? പെണ്ണുങ്ങൾ ആരും വിട്ടുകൊടുക്കരുത്. ഓക്കെ, എല്ലാവരും നല്ല ഫുൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സദ്യ കഴിക്കാൻ. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ശക്തി എല്ലാം പിടിച്ചങ്ങ് വലിച്ചോണം. 2 ടീമുണ്ട്. നമുക്ക് നടുക്ക് എല്ലാവർക്കും അറിയാം വടംവലിയുടെ എങ്ങനെയാണെന്ന്. എന്നാലും നമുക്കൊന്ന് പറയാം, അറിയാത്ത ആരെങ്കിലും ഒക്കെ കാണുമല്ലോ. അപ്പോൾ നടുക്ക് ഒരു റിബൺ ഉണ്ട്, 2 ലൈൻസ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. ആരാണ് ആദ്യം ഈ ഫിനിഷിംഗ് ലൈനിൽ ഇങ്ങോട്ട് വലിച്ചെടുത്ത് വരുന്നത് അവരാണ് ജയിക്കുന്നത്. 3 റൗണ്ട് ഉണ്ട്. അപ്പോൾ 3 റൗണ്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വടം വലിച്ച് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ ആരൊക്കെ മറിഞ്ഞ് വീഴുന്നു എന്ന് നമുക്ക് കാണാം, ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളിയിടുന്നു എന്ന് കാണാം. എന്തായാലും രസകരമായിട്ടുള്ള ഈ ഒരു മത്സരത്തിന് ഇവിടെ എല്ലാവരും റെഡിയാണ്. നിങ്ങൾ റെഡിയാണല്ലോ അല്ലേ?
ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. സെമി ഫൈനലിലേക്ക് വിജയിച്ചിരിക്കുന്നത് സി ടീമാണ്. സിയും ഡിയും തമ്മിലുള്ള മത്സരമായിരുന്നു ആദ്യം. 2 പ്രാവശ്യം വലിച്ചു, 2 പ്രാവശ്യം സി ടീം അങ്ങ് കൊണ്ടുപോയി. അതുകൊണ്ട് മൂന്നാമത്തെ റൗണ്ട് നടത്തേണ്ടി വന്നില്ല. സി ടീം സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിരിക്കാണ്. സി ടീം റെഡിയല്ലേ? ഇനി അടുത്ത ഫൈനലിലേക്ക് റെഡി. ഇനി എയും ബിയും തമ്മിലുള്ള മത്സരമാണ് അടുത്തത്. ഇനിയിപ്പം ഫൈനൽ റൗണ്ടാണ്. ഫൈനൽ റൗണ്ടിൽ വടംവലിയിൽ മത്സരിക്കാൻ പോകുന്നത് ടീം എ ആൻഡ് ടീം സി. 3 പ്രാവശ്യം വലിക്കും. അതിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ടീം സി ആണ് ജയിച്ചിരിക്കുന്നത്. വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഇതിൽ ആരൊക്കെയോ ഉരുണ്ട് വീണു, മറിഞ്ഞ് വീണു. അതൊന്നും കണക്കിലെടുക്കാതെ അവർ നല്ല എനർജറ്റിക് ആയിട്ട് വലിച്ചു ജയിച്ചു അല്ലേ? നമ്മുടെ എല്ലാ പരിപാടികളും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഹാപ്പിയാണ്. നമ്മുടെ വടംവലിയുടെ മത്സരത്തിൽ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ടീം എക്ക് ശക്തി പോരാ. ടീം എ വടം വലിച്ച് ഇവരുടെ എനർജിയൊക്കെ പോയി, ശക്തിയൊക്കെ തീർന്നിരിക്കുകയാണ്. എന്നാലും വടംവലിയുടെ അപ്പോൾ മത്സരം തീർന്നു. ഹാപ്പി ലാൻഡിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി ഇവിടെ പലതരം മത്സര ഇനങ്ങളും ആഘോഷങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബാംഗങ്ങളും ഒത്തുള്ള ഓണസദ്യ. അപ്പോൾ നമ്മൾ ഇന്ന് ഹാപ്പി ലാൻഡിൻ്റെ സ്റ്റാഫും കുടുംബമാണ് നമ്മളിവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ചേർന്നുള്ള ഒരു സദ്യയാണ് ഇനി എല്ലാവരും ഒരുക്കിയിരിക്കുന്നത്. അതിന് ഇവിടുത്തെ കിച്ചണിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇദ്ദേഹമാണ് നമ്മുടെ ഇവിടുത്തെ ചീഫ് ഷെഫ് എന്ന് പറയുന്നത്. അനിൽകുമാർ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടാ എത്ര വർഷമായി ഇവിടെ? 14 വർഷമായി ഹാപ്പി ലാൻഡിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓരോരുത്തരുടെയും രുചി എന്താണെന്ന് ചേട്ടന് നല്ലപോലെ അറിയാം. അപ്പോൾ ഓരോരുത്തരുടെയും രുചി അനുസരിച്ച് ഇന്ന് ഇവിടെ വെച്ചിരിക്കുന്നത് 9 തൊടുകറികളും 5 ഒഴുപ്പ് കറികളും പിന്നെ പായസം, പപ്പടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? എപ്പോഴാണ് തുടങ്ങിയത് ഇതൊക്കെ സദ്യവട്ടം കൂട്ടാൻ? 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക് തുടങ്ങി. ഇവിടെയാണെങ്കിൽ ബാക്കി ഇത്രയും ദിവസമായിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടംവലി ആയിക്കോട്ടെ, ഊഞ്ഞാലായിക്കോട്ടെ, കൊടമടി ആയിക്കോട്ടെ, എന്തൊക്കെ നടന്നാലും ഇത്രയും പേര് ഈ കിച്ചണിൽ നിന്ന് പുറത്ത് വന്നിട്ടില്ല. ഇവിടെ എന്തൊക്കെ ആഘോഷം പുറത്ത് നടന്നാലും ഇവർ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് ഊട്ടാൻ വേണ്ടിയിട്ടുള്ള സദ്യയുടെ പ്രിപ്പറേഷനിലായിരുന്നു. ഇവരാരും ഞങ്ങളാരും ഒരു കളിയിലും കണ്ടില്ല. ചേച്ചിയുടെ പേരെന്താ? മിനി. എത്ര നാളായി ഇവിടെ? ഞാൻ കിച്ചണിനകത്ത് കയറിയിട്ട് 4 മാസമായി. 4 മാസം. എന്താ ചേച്ചിയുടെ സ്പെഷ്യാലിറ്റി എന്താ? അവരുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ലേ? നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാണല്ലേ? ഓക്കെ. ഞാൻ ഭാഗ്യവാനാണ്. കാരണം ഇതിപ്പോൾ ഞാൻ 2ാമത്തെ വർഷമാണ് ഞാൻ പങ്കെടുക്കുന്നത്. പാർക്ക് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. എങ്കിലും ഓണസദ്യ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ്. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ സ്റ്റാഫും എല്ലാ സഹകരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളും പരിപാടികളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം.